വായ്പയെടുത്ത ബാങ്കിൽ നിന്നും കടം മേടിച്ച ബന്ധുവിൽ നിന്നും കുടുംബത്തിന് വലിയ സമ്മർദ്ദമുണ്ടായെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വെളിപ്പെടുത്തുന്നു. വീട് ജപ്തി ചെയ്യാൻ തടസ്സമില്ലെന്ന് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ എഴുതി വാങ്ങിയെന്ന് അബ്ദുൾ റഹീം 24 പറഞ്ഞു. വീട് വിറ്റ് കടം വീട്ടെന്ന കാര്യം അഫാനുമായി ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചെന്നും അബ്ദുൾ റഹീം ഇന്ന് ഷഫീദ് റാവുത്തറിനോട് വെളിപ്പെടുത്തി. ഇതൊരു പുതിയ വിവരമാണ്. ഇതാണ് ഞാൻ പ്രേക്ഷകരോട് പറയാനുണ്ടെന്ന് പറഞ്ഞൊരു കാര്യം. അതായത് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജർ, ഇത് പോലീസും നമ്മളോട് സ്ഥിരീകരിച്ചൊരു കാര്യമാണ്. ഒരു അസിസ്റ്റന്റ് മാനേജർ നിരന്തരം റഹീമിൻ്റെ കുടുംബത്തെ ഈ പണത്തിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു ഒരു പേപ്പറൊക്കെ ഒപ്പിട്ട് വാങ്ങി. ബാങ്കിലെ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ നിരന്തരം ശല്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം ബാങ്ക് തുറന്നു കഴിഞ്ഞാൽ രാവിലെ 8 മണി തൊട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, 9 മണി തൊട്ട് വിളിച്ച് രാത്രി വൈകുന്നേരം 5 മണി വരെ നിരന്തരമായി വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ അടയ്ക്കാനുള്ള പൈസയാണെന്നാലും ഒരു സമയം കൊടുക്കുക. അല്ലെങ്കിൽ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്നും എടുത്ത 15 ലക്ഷം രൂപയുടെ വായ്പ, തട്ടത്തുമലയിലെ ബന്ധുവിൽ നിന്നും വാങ്ങിയ 4.5 ലക്ഷവും സ്വർണവും, ഇതാണ് തനിക്കറിയാവുന്ന സാമ്പത്തിക ബാധ്യതയെന്ന് അബ്ദുൾ റഹീം. ബാങ്കിൽ നിന്നെടുത്ത വായ്പ അടയ്ക്കാൻ താൻ പണം അയച്ചു നൽകി, കുറെ തിരിച്ചടച്ചു. ബാക്കി അടയ്ക്കാത്തതിനാൽ പിന്നീട് വായ്പ പെരുകി. പണം തിരികെ അടയ്ക്കാൻ ബാങ്കിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെന്ന് അബ്ദുൾ റഹീം. അദ്ദേഹം വന്ന് വീട് ജപ്തി ചെയ്യും. ഇപ്പം 2 ദിവസം മുന്നേ പറഞ്ഞ അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിച്ചു വീട് ജപ്തി ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നലെ അദ്ദേഹത്തെ കാണാൻ പോരുന്നപ്പോൾ അദ്ദേഹം ഇതുവരെ പറഞ്ഞു, വൃക്ഷമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളെ മകൻ എല്ലാവരും കൊണ്ടുവന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങളെ നിമിത്തമാണ് എൻ്റെ കുടുംബം നശിച്ചു പോയി, നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പണം പലിശയ്ക്ക് നൽകിയ ബന്ധുവിൽ നിന്നും സമ്മർദ്ദമുണ്ടായി. മറ്റല്ല തട്ടത്തിലത്തെ ബാധ്യത കൊണ്ട് അവരിങ്ങനെ കറക്റ്റ് സമയമാകുമ്പോൾ പലിശയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാറുണ്ട് എന്ന് പറഞ്ഞു. പലിശയ്ക്കാണ് അവർ പലിശയ്ക്ക് കൊടുത്ത പൈസയാണ് അതിങ്ങനെ ആ സമയമാകുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും, ഞാൻ ഇങ്ങോട്ട് വരും. അങ്ങനെ സ്ഥിരത്തിന് ഭീഷണി പോലെ ഉണ്ടായിരുന്നു. തനിക്കറിയാവുന്നതിലുമേറെ എങ്ങനെ കടം പെരുകിയെന്ന് അബ്ദുൾ റഹീമിനും അറിയില്ല. വീട് വിറ്റ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനെ കുറിച്ചാണ് അഫാനുമായി അവസാനം അബ്ദുൾ റഹീം സംസാരിച്ചത്. എന്നാൽ ഇതെല്ലാം ജീവിതം ഇങ്ങനെ കീഴ്മേൽ മറയ്ക്കുമെന്ന് അബ്ദുൾ റഹീം കരുതിയില്ല. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. എന്തായാലും വളരെ സങ്കടകരമാണ്. അദ്ദേഹം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ പ്രശ്നമാണ് അദ്ദേഹത്തിന്.